ഹലോ ട്രേഡേഴ്സ്. ഇന്ന് ഏപ്രിൽ 25 വെള്ളിയാഴ്ച ദിവസം. ഇന്ന് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ നമുക്ക് നിഫ്റ്റിയിൽ ഞാൻ എൻ്റെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്ന ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്ക് ഇന്ന് ഓപ്പണിംഗിൽ നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഓപ്പർച്യൂണിറ്റി എങ്ങനെയായിരുന്നു, അതിന്റെ ലോജിക്ക് എന്തായിരുന്നു, അത് എങ്ങനെയായിരുന്നു നമുക്ക് അത് എടുക്കാമായിരുന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഇൻസൈഡ് ബാർ നമുക്ക് ബ്രേക്ക് ഡൗൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് നമ്മുടെ പുട്ട് സൈഡിലോട്ടായിരുന്നു നമ്മുടെ എൻട്രി ആക്റ്റീവ് ആയത്. അപ്പം എന്തുകൊണ്ടാണ് പുട്ട് സൈഡിലോട്ട് നമുക്ക് എൻട്രി ആക്റ്റീവ് ആയെന്നുള്ളതിന്റെ ലോജിക്കും അതിനെ പറ്റിയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നിഫ്റ്റിയുടെ 5 മിനിറ്റ് ചാർട്ടാണ്. അപ്പം നമുക്ക് ഇവിടെ ഏപ്രിൽ 23 ബുധനാഴ്ച ദിവസം, അതായത് ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഹ്യൂജ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ട് മാർക്കറ്റിന്റെ ഓപ്പണിംഗിൽ തന്നെ ബുധനാഴ്ച ദിവസം ഒരു സെല്ലിംഗ് വന്നു. അതിനുശേഷം വീണ്ടും ഒരു വി ഷേപ്പ് റിക്കവറി അന്നത്തെ ദിവസം വന്നു. അപ്പം ജസ്റ്റ് ഇതാണ് ഇപ്പം ഒരു വി ഷേപ്പ് റിക്കവറി. അപ്പം ബുധനാഴ്ച ദിവസത്തെ മാർക്കറ്റ് തന്നിരിക്കുന്ന പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ സെല്ലിങ്, വീണ്ടും ഒരു ഓൾമോസ്റ്റ് എൻഡയർ ഫോളും റിക്കവർ ചെയ്ത പോലെ ആയിപ്പോയി. അതിനുശേഷം പിറ്റേ ദിവസം, അതായത് വ്യാഴാഴ്ച ദിവസം മന്ത്ലി എക്സ്പയർഡ് അന്ന് മാർക്കറ്റ് ഒരു സ്ലൈറ്റ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ആ സെല്ലിങ് നടന്ന ലെവൽ വന്നപ്പോൾ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 5 മിനിറ്റിൽ ഒരു ലോങ് അപ്പർ വീക്ക് ഉള്ള ഒരു ക്യാൻഡൽ കൊണ്ട് അവിടെ റിജക്ഷൻ വന്നു. അതിനുശേഷം പിന്നെ മാർക്കറ്റ് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഒരു ലോവർ ഹൈ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് നമ്മളോട് ഹിഡൻ ആയിട്ട് നമുക്ക് തരുന്ന സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവൽ, അതായത് ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് സെല്ലിംഗ് ലെവലാണ്. സെല്ലേഴ്സ് നല്ലതായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ള ലെവലാണെന്നാണ് നമുക്ക് മാർക്കറ്റ് നമ്മളോട് കാണിച്ചു തരുന്നത്. അപ്പം ഇങ്ങനത്തെ ഹിഡൻ ആയിട്ട് നമുക്ക് ചാർട്ടിൽ നിന്നും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമ്പോഴത്തേനാണ് നമുക്ക് കുറച്ച് കൺവിക്ഷനോടുകൂടി നമുക്ക് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ചാർട്ട് കാണുമ്പോഴത്തേനും അവിടെ സെല്ലേഴ്സ് ആണോ ആക്റ്റീവ് അല്ലെങ്കിൽ ബയേഴ്സ് ആണോ ആക്റ്റീവ് എന്നുള്ളത് നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അത് ഗ്രാജുവലി നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിനെ വാച്ച് ചെയ്യുക. അപ്പം അതിനുശേഷം ഇന്ന് വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് വീണ്ടും ഒരു ഗ്യാപ്പ്, അതായത് തലേദിവസം വ്യാഴാഴ്ച ദിവസം മാർക്കറ്റ് നിയർലി ഡേ ലോയ്ക്ക് എടുത്താണ് ക്ലോസ് ചെയ്തത്. അപ്പൊ ഇന്ന് വീണ്ടും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ എന്താണ് മാർക്കറ്റ് നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത്, അതായത് 1-2 തവണ സെല്ലിങ് നടന്ന ലെവലിലോട്ട് വീണ്ടും മാർക്കറ്റ് വന്നപ്പോഴത്തേനും വീണ്ടും അവിടുന്ന് സെല്ലിങ് വരുവാണ്. അതായത് എന്തുകൊണ്ടാണ് സെല്ലിംഗ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അതായത് ആ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ക്യാൻഡിലാണ്. അതിന് ഒരു ലോങ് അപ്പർ വീക്ക് റിജക്ഷൻ കണ്ടു. അതായത് ഈ സെയിം ലെവലിൽ നിന്നും റിജക്ഷൻ തലേദിവസങ്ങളിൽ റിജക്ഷൻ വന്ന ആ സെയിം ലെവലുകൾ വന്നപ്പോഴത്തേനും അവിടുന്ന് പ്രൈസിനെ അവിടുന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ 5 മിനിറ്റ് ക്യാൻഡിലും മൂന്നാമത്തെ 5 മിനിറ്റ് ക്യാൻഡിലും നിങ്ങൾക്ക് ഇവിടെ ലോങ് അപ്പർ വീക്ക് ആണ്. അപ്പം അതായത് 3 തവണ പ്രൈസിനെ ഈ ലെവലിൽ നിന്നും റിജക്ട് ചെയ്തു. പക്ഷെ ഈ ഒരു ലെവലിൽ നിന്ന് വീണ്ടും ഇത് അടുത്ത ക്യാൻഡില് ഈ ഒരു ലെവലിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു സ്ട്രോങ് അപ്പ് മൂവ്മെന്റ് കിട്ടിയാനെ. അപ്പം ഇത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എപ്പോഴും നിങ്ങൾ ഈ ഒരു കാര്യം, അതായത് ഈ ലോങ് അപ്പർ വീക്ക് റിജക്ഷൻസ് എപ്പോഴെങ്കിലും തൊട്ട് തലേദിവസത്തെ റേഞ്ചിൽ അല്ലെങ്കിൽ തൊട്ട് തലേദിവസത്തെ ചാർട്ടില് ഇതുപോലെ കാണുവാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത ദിവസം ഇത് ഇവിടെ അലേർട്ട് ആയിരിക്കണം ഈ ലെവല്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സെല്ലിംഗ് ലെവൽ അതായത് ഒരു സെല്ലിംഗ് നടന്നതിന്റെ ഒരു ഇൻഡിക്കേഷൻ ആണ്. ഈ ഒരു അന്നത്തെ തൊട്ട് തലേദിവസം ഡേ ഹൈ എന്ന് പറയുന്നത് ഇതുപോലെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ 15 മിനിറ്റ് ടൈം ഫ്രെയിമിലൊക്കെ ഇതുപോലെ ലോങ് അപ്പർ വീക്ക് ഉണ്ടായെങ്കിൽ അത് അവിടെ ഒരു സെല്ലിംഗ് നടന്ന ലെവലാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും സെല്ലിംഗ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഫസ്റ്റ് അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഈ ഒരു ലെവൽ സ്ട്രോങ് സെല്ലിംഗ് ലെവലാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. വീണ്ടും നമുക്ക് ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും നമുക്ക് അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജി പ്രകാരം നമുക്ക് ഒന്നെങ്കിൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടന്നില്ല എങ്കിൽ നമ്മൾ പിന്നെ ചാർട്ട് നമ്മൾ 5 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റണം. അപ്പോൾ നമുക്കിപ്പം ഈ ഒരു ഈ ഒരു ചാർട്ട് ഇപ്പൊ 5 മിനിറ്റിലാണ്. അപ്പൊ നമുക്ക് ഇതിനെ 1 മിനിറ്റിലോട്ട് മാറ്റി നോക്കാം. 1 മിനിറ്റിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഉണ്ടോ ഇല്ലയോ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് 1 മിനിറ്റ് ഒരു ലോങ് ഗ്രീൻ ക്യാൻഡിൽ ആണ്. അതിനുശേഷം തൊട്ടടുത്ത ക്യാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ഹൈയെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്.
അതുകൊണ്ട് നമുക്കൊരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇല്ലാതെ വരുമ്പോഴത്തേനും നമ്മൾ ചാർട്ടിനെ നമ്മൾ അന്നേരം തന്നെ നമ്മൾ 1 മിനിറ്റിൽ നിന്ന് നമ്മൾ 5 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റണം. അപ്പൊ നമ്മൾ 5 മിനിറ്റിലോട്ട് നമ്മൾ മാറ്റാം. അപ്പം 5 മിനിറ്റിൽ ടൈം ഫ്രെയിമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ പിന്നീട് വെയിറ്റ് ചെയ്യണം. അതായത് 5 മിനിറ്റിൽ നമുക്കൊരു ഇനി ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ 1 മിനിറ്റ് നോക്കി 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ ചാർട്ട് കീപ്പ് ചെയ്തു ഓപ്പണിംഗിൽ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇല്ല എങ്കിൽ 5 മിനിറ്റിലോട്ട് നമ്മൾ ചാർട്ട് മാറ്റി. ഇനി 5 മിനിറ്റിൽ നമുക്ക് ഇൻസൈഡ് ബാർ ഫോർമേഷൻ ഇല്ല എങ്കിൽ നമ്മുടെ ഈ സ്ട്രാറ്റജി അവിടെ വർക്ക്ഔട്ട് ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് വിട്ടേക്കുക. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇനി വേണ്ട അടുത്ത 5 മിനിറ്റ് ക്യാൻഡിലും ഇതിനകത്ത് തന്നെ വരണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നിങ്ങൾ അതിന്റെ ലോയും ഹൈയും മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനിപ്പോ ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പോലെ നിങ്ങൾ ആ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ ഇത് 1 മിനിറ്റിലോട്ട് മാറ്റുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് വീണ്ടും നിങ്ങൾ 5 മിനിറ്റ് തന്നെ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നതിന് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ചിലപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഓപ്പർച്യൂണിറ്റി നമുക്ക് മിസ്സാവും. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈ, ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോ ഇതാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അത് കഴിഞ്ഞിട്ട് 1, 2, 3, 4, 5. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള 1 മിനിറ്റ് ക്യാൻഡലുകൾ എല്ലാം തന്നെ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡലിനകത്ത് തന്നെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, അതായത് നമുക്ക് ഒരു 5 മിനിറ്റിൽ നമുക്കൊരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമുക്ക് ഇവിടെ കിട്ടുവാണ്. അപ്പം ജസ്റ്റ് ഒരു അടുത്ത 5 മിനിറ്റും കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അപ്പം ആ 5 മിനിറ്റും കൂടെ കഴിയുമ്പോഴത്തേന് നമുക്ക് 5 മിനിറ്റിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ, അതായത് ഇപ്പം ഇൻ കേസ് ഇപ്പം ആദ്യത്തെ 5 മിനിറ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് അടുത്ത 4 മിനിറ്റ് കഴിഞ്ഞിട്ട് 5-ാമത്തെ മിനിറ്റില് വീണ്ടും ഒരു ക്യാൻഡില് അതിനെ ബ്രേക്ക് ഔട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 5 മിനിറ്റിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമ്മുടെ ഇവിടെ ഫെയിൽ ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ 1 മിനിറ്റിലോട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് 1 മിനിറ്റിലോട്ട് മാറ്റാൻ നിങ്ങളോട് പറയുന്നതിന്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് 1 മിനിറ്റിലാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നമുക്ക് ഇവിടെ എന്താണ് സംഭവിക്കുന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇതാണ് ഫസ്റ്റ് റിജക്ഷൻ ഇവിടെ നിന്ന് വന്നത്, അതിനുശേഷം ഇതുകൊണ്ട് സെക്കൻഡ് റിജക്ഷൻ വന്നു. അപ്പൊ നിങ്ങൾ ഇത് 5 മിനിറ്റിൽ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ചിലപ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഇൻസൈഡ് ബാർ ഫോർമേഷൻ 1 മിനിറ്റിൽ കിട്ടിയില്ലെങ്കിൽ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലോട്ട് മാറ്റുക. 5 മിനിറ്റിന് ശേഷം നിങ്ങൾ ആ ഒരു ക്യാൻഡലിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും 1 മിനിറ്റിലോട്ട് മാറ്റുക. അപ്പൊ 1 മിനിറ്റിലോട്ട് മാറ്റി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് അവിടെ എന്താണ് പ്രൈസ് ആക്ഷൻ സംഭവിക്കുന്നുള്ളത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പം നമുക്ക് ഇവിടെ ഒരു 5 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ എന്താണ് നമ്മൾ ഈ ഒരു ലെവൽ സെല്ലിംഗ് ലെവലാണ് നമ്മൾ ഓൾറെഡി ഐഡന്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ റൂള് പ്രകാരം നമ്മൾ ഒരു റെസിസ്റ്റൻസിന് തൊട്ട് താഴെയാണ് നമ്മുടെ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു കോൾ ഓപ്ഷനിലോട്ട് നമ്മൾ പോകത്തില്ല. അവിടെ നമ്മൾ നോക്കുന്നത് ഇങ്ങനെയുള്ള സമയത്ത്, അതായത് റെസിസ്റ്റൻസിന് താഴെയാണ് ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കുന്നതെങ്കിൽ നമ്മൾ പുട്ട് സൈഡിലോട്ടായിരിക്കും നമ്മൾ എൻട്രി നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം പുട്ട് സൈഡിൽ എന്താ സംഭവിച്ചിരിക്കുന്നുള്ളത്. അപ്പൊ നമുക്കിപ്പം ഈ ഒരു സമയത്ത് 24,300 പുട്ടിന്റെ പ്രൈസ്, പുട്ടിന്റെ സ്ട്രൈക്കിന്റെ പ്രൈസ് നമുക്ക് നോക്കാം. അപ്പൊ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, അതായത് ഇത് 1 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ്. 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഞാനിപ്പം ഇതിന്റെ ഓപ്പൺ ക്യാൻഡലിന്റെ ഹൈയും ലോയും മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതായത് 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത 1 മിനിറ്റ് ക്യാൻഡലുകൾ എല്ലാം തന്നെ ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡലിനകത്ത് തന്നെയാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ അതായത് നമുക്ക് ഇവിടെ നമുക്ക് സ്പോട്ട് ചാർട്ടിലും ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ 5 മിനിറ്റിൽ കിട്ടി. ഇവിടെ 1 മിനിറ്റിലും നമ്മുടെ പ്രീമിയം ചാർട്ടിനകത്തും ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ കിട്ടി. അപ്പൊ നമ്മുടെ ഈ ഒരു റൂള് പ്രകാരം നമുക്ക് രണ്ടിടത്താണ് നമുക്ക് എൻട്രിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. അതായത് ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമുക്ക് നമ്മുടെ പ്രീമിയം ചാർട്ടിൽ നമുക്ക് രണ്ടിടത്താണ് നമുക്ക് എൻട്രിയുടെ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഒന്ന് പറയുന്നത് നമ്മുടെ ഇൻസൈഡ് ബാർ പ്രീമിയം ചാർട്ടിൽ നമ്മൾ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ലോയും ഹൈ മാർക്ക് ചെയ്തു. അതിന്റെ ലോയിൽ അപ്പം ഇതാണ് പ്രൈസ്, അതായത് പ്രൈസ് ഈ ഒരു ലോയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുവാണ്. അതായത് പുട്ടിന്റെ പ്രൈസ് ഈ ഒരു ലോയിൽ സപ്പോർട്ട് എടുത്ത് നിൽക്കുവാണ്. അപ്പം നിങ്ങൾക്ക് ഇവിടെ വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. അതായത് സ്പോട്ട് ചാർട്ടില് അതായത് പുട്ടിന്റെ ഈ ഒരു പ്രൈസിന്റെ സ്ട്രെങ്ത് നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. നിങ്ങൾക്ക് അത് സ്പോട്ടിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത്
ഇത് 1 മിനിറ്റ് ചാർട്ടാണ് സ്പോട്ട്. അതായത് ഇതാണ് ഫസ്റ്റ് 1 മിനിറ്റ് ചാർട്ട്, 1 മിനിറ്റ് ക്യാൻഡില്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡില് ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് മേളിലോട്ട് പോയി. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങളുടെ പ്രീമിയം ചാർട്ടിൽ ഇത് കണ്ടോ, അതായത് പുട്ടിന്റെ പ്രൈസ് രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡില് പുട്ടിന്റെ പ്രൈസ് ആദ്യത്തെ ക്യാൻഡലിന്റെ താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടേ ഇല്ല. അതായത് മാർക്കറ്റ് അവിടെ രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡിൽ നമ്മുടെ നിഫ്റ്റിയിൽ മുകളിലോട്ട് പോയെങ്കിലും ഈ പുട്ടിന്റെ പ്രൈസ് ആദ്യത്തെ ക്യാൻഡലിനെ കഴിഞ്ഞ് താഴോട്ട് പോയിട്ടേ ഇല്ല. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മാർക്കറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ആക്ച്വലി പുട്ട് റൈറ്റേഴ്സ് അവിടെ ഷോർട്ട് കവറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ പ്രൈസ് താഴോട്ട് പോകാൻ, അല്ലെങ്കിൽ മാർക്കറ്റ് മേലോട്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, അതായത് പുട്ടിന്റെ പ്രൈസ് എപ്പോഴാണ് താഴോട്ട് പോകുന്നത്, മാർക്കറ്റ് കയറുമ്പോഴത്തേനും തീർച്ചയായിട്ടും പുട്ടിന്റെ പ്രീമിയത്തിന്റെ പ്രൈസ് താഴോട്ട് പോകണം. പക്ഷേ മാർക്കറ്റ് രണ്ടാമത്തെ 1 മിനിറ്റ് ക്യാൻഡില് ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ മുകളിലോട്ട് പോയിട്ട് പോലും ഇതിനകത്ത് തന്നെയാണ് പ്രൈസ് നിൽക്കുന്നത്. അപ്പൊ ഇതിനകത്തും ഇവർക്ക് ഇവിടെ പുട്ട് റൈറ്റേഴ്സിന് ഭയങ്കരമായിട്ടുള്ള പ്രഷറാണ്. അപ്പൊ അവര് ഷോർട്ട് കവറിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പ്രൈസ് ഈ ഒരു ലോ ലെവൽ തന്നെ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എൻട്രി ഓപ്പർച്യൂണിറ്റി, അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ, അപ്പൊ നിങ്ങൾക്കൊരു, ഇപ്പൊ ഇത് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ഒരു രണ്ടാമത്തെ ക്യാൻഡിലും മൂന്നാമത്തെ ക്യാൻഡിലും ഈ ഒരു സെല്ലിംഗ് ക്യാൻഡിലും കാണുമ്പോഴത്തേനും നമുക്ക് തോന്നുന്നത് എന്തായിരിക്കും, അതായത് ഇവിടുന്ന് വീണ്ടും പ്രൈസ് താഴോട്ട് പോകും, അപ്പൊ എനിക്ക് നഷ്ടം വരത്തില്ലേ. പക്ഷെ അങ്ങനെ നമ്മൾ പേടിച്ചിരിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്കൊരു എൻട്രി എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ആദ്യം മാർക്കറ്റിന്റെ മറ്റേ വീക്ക്നെസ് ആണോ, മാർക്കറ്റിൽ ഇപ്പം ഏത് ലെവലിലാണ്, അതായത് ഒരു റെസിസ്റ്റൻസിലാണോ മാർക്കറ്റ് നിൽക്കുന്നത്, സപ്പോർട്ടിലാണോ മാർക്കറ്റ് നിൽക്കുന്നത് നമുക്ക് മനസ്സിലായി. ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും. രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിൽ നമുക്ക് ഓപ്പണിംഗിൽ ഒരു ഇൻസൈഡ് ബാർ ഫോർമേഷൻ നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടെ മനസ്സിലായി, അതായത് മാർക്കറ്റ് റെസിസ്റ്റൻസിൽ താഴെയാണ് ഇൻസൈഡ് ബാർ ഫോർമേഷൻ എന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമ്മൾ പുട്ട് സൈഡിലോട്ടാണ് എൻട്രി എടുക്കുന്നത് നമുക്ക് മനസ്സിലായി. അപ്പം അതിനുശേഷം പ്രീമിയം ചാർട്ടിനകത്ത് പുട്ടിന്റെ പ്രൈസ് ആദ്യത്തെ 1 മിനിറ്റ് ക്യാൻഡിലിന്റെ ലോയിൽ സപ്പോർട്ട് എടുക്കുന്നത് നമുക്ക് കണ്ടു. അപ്പൊ മൂന്നാമത്തെ കാര്യം, അപ്പം ഇത്രയും കാര്യങ്ങൾ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കൺവിക്ഷൻ ആയി, അതായത് നമ്മൾ പുട്ടിലോട്ടാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടതെന്നുള്ള നമുക്ക് മനസ്സിലായി. അപ്പം ഇവിടെ പിന്നെ നിങ്ങൾ രണ്ടും കൽപ്പിച്ച്, അതായത് നമുക്ക് ഇവിടെ എൻട്രി എടുക്കുമ്പോഴത്തേക്കും നമുക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണ്, നമുക്ക് ഈ പറയുന്ന പോലെ അതായത് ഇത് ഈ ഒരു ലോ ബ്രേക്ക് ഡൗൺ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഇതിനെ കവർ ചെയ്തേക്കുക, നമ്മൾ അവിടെ രണ്ടാമൊന്നും ആലോചിക്കേണ്ട കാര്യമേ ഇല്ല. ആസ് ലോങ് ആസ് ഈ ലോ ബ്രേക്ക് ഡൗൺ ചെയ്യാത്തിടത്തോളം കാലം നമ്മുടെ പുട്ട് അവിടെ സേഫ് ആണ്. അപ്പം ഇൻ കേസ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ പേടിയായിരുന്നു എൻട്രി എടുക്കുക, അതായത് ഇവിടെ നിന്ന് ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് പ്രൈസ് താഴോട്ട് പോകുക, അതായത് 143 ആണ് ഈ ലെവൽ എന്ന് പറയുന്നത്. അപ്പൊ 143 ഇത് ഈ പ്രൈസ് നിൽക്കാതെ താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമുക്ക് പേടി, നമുക്ക് എൻട്രി എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്റെ റൂള് പ്രകാരം ഒന്നെങ്കിൽ ഈ ഒരു ഓപ്പണിംഗ് ക്യാൻഡിലിന്റെ ലോയിൽ നമുക്ക് എൻട്രി എടുക്കാൻ നിങ്ങൾക്ക് മിസ്സായെന്ന് വിചാരിക്കുക. പിന്നെ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അതായത് പിന്നെ ഇതിനിടയ്ക്ക്, അതായത് ഈ ഒരു ക്യാൻഡലിന്റെ ഹൈക്കും ലോയ്ക്കും ഇടയ്ക്ക് പിന്നെ നമ്മൾ ഇവിടെ എടുക്കാൻ, ഇതിനടുത്ത് എൻട്രി എടുക്കാൻ നിങ്ങൾക്ക് വിട്ടുപോയെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പേടിയായിരുന്നെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ വിട്ടേക്ക്. ഇതിനിടയ്ക്ക് യാതൊരു കാരണവശാലും പിന്നെ എൻട്രി എടുക്കരുത്. കാരണം ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമുക്ക് എവിടെ എസ് ഇടാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരിക്കലും ഒരു മീനിങ് ഫുൾ ആയിട്ട് നമ്മുടെ പോക്കറ്റിന് താങ്ങാൻ പറ്റുന്ന എസ് ഇടാൻ പറ്റത്തില്ല. അപ്പൊ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി, അതായത് നമുക്ക് ചെറിയ ഒരു എസ് ഇടാൻ പറ്റുന്ന രണ്ടാമത്തെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത് പിന്നീട് ഈ ഒരു ക്യാൻഡലിന്റെ, അതായത് ആദ്യത്തെ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് ഏകദേശം അതിന്റെ നിയറസ്റ്റ് പോയിന്റിലാണ്. അപ്പം ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. അപ്പം ഈ ഒരു ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു നിയറസ്റ്റ് പോയിന്റിൽ, ഇപ്പം ഇവിടെയൊക്കെ 196, അവിടെ നിന്ന് വീണ്ടും നമ്മൾ ഒരു 5 രൂപ അല്ലെങ്കിൽ 8 രൂപ ഒക്കെ പിടിച്ചാൽ പോലും നമുക്ക് ഒരു ചെറിയ സ്റ്റോപ്പ് ലോസ് ഇട്ട് നമുക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പോ ഈ 2 എൻട്രി പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് ഓപ്പൺ ക്യാൻഡലിന്റെ ലോയ്ക്ക് അവിടെ അടുത്തായിട്ടും, അല്ലെങ്കിൽ ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ ഓപ്പർച്യൂണിറ്റി ഇവിടെയാണ്. അപ്പം ഇവിടുന്ന് ഇത് ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് നേരെ അങ്ങ് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതവിടെ പിന്നെ എൻട്രി എടുക്കാനായിട്ട് പറ്റത്തില്ല. കാരണം അത് വിട്ടേക്കുക, നമുക്ക് ഇവിടെ വിട്ടുപോയി പിന്നെ ഇവിടെ എൻട്രി എടുക്കാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി പ്രകാരം നമുക്ക് എൻട്രി ഇല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇൻ കേസ് നമുക്ക് ഇത് അറിയാമായിരുന്നെങ്കിൽ, നമ്മൾ ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ, അതായത് 144, 145 രൂപയ്ക്ക് അല്ല 150 രൂപയ്ക്ക് നമ്മൾ ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ ഇന്ന് മാർക്കറ്റിൽ അതിനുശേഷം നമുക്കറിയാം, അതായത് ഒരു 1 വേ ഫോൾ ആയിരുന്നു മാർക്കറ്റിൽ. അപ്പം ഇപ്പൊ ഇതുപോലത്തെ ഓപ്പർച്യൂണിറ്റി നമുക്ക് ഓപ്പണിംഗിൽ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം നമുക്ക് പിന്നെ വേറെ ട്രേഡ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പം ഇതുകൊണ്ട് അപ്പൊ ഇവിടെ നമ്മൾ ഈ ഒരു ലെവൽ നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ 150 രൂപയ്ക്ക് നമ്മൾ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക്
അതായത് 400 രൂപ വരെ പോയി. അതായത് 150 രൂപയിൽ നിന്ന് 400 എന്ന് പറയുമ്പോഴത്തേനും എത്ര രൂപയാണ്? 250 പോയിന്റോളം പ്രീമിയത്തിൽ ക്യാപ്ചർ ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എവിടെ, അതായത് നമ്മളൊരു 10 രൂപ നമ്മുടെ എസ് അല്ലെങ്കിൽ പോലും 250 പോയിന്റ്സ് ഒക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റുമായിരുന്നെങ്കിൽ നമുക്ക് എവിടെ നമുക്ക് ഇവിടെ ഒരു ഇങ്ങനത്തെ ഒരു അവസരം കിട്ടും നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സോറി നമുക്ക് ഞാൻ പറഞ്ഞിരുന്നു 250 പോയിന്റ് അല്ല, ഇവിടെ നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 400 അല്ലേ. അപ്പോഴത്തേനും ഇവിടെ 150 150 250 പോയിന്റ്, സോറി 250 പോയിന്റ് നമുക്ക് ഇവിടെ പ്രീമിയത്തിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇവിടെയല്ല നമ്മളെടുത്തത്. അപ്പം 150 എന്ന് പറയുമ്പോഴത്തേനും 250 പോയിന്റ് നമുക്ക് പ്രീമിയത്തിൽ ക്യാപ്ചർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പം ഇപ്പം ഈ ഒരു ഇതാണ് ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് ഓപ്പണിംഗ് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന അടിപൊളി എൻട്രി ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ ഇൻസൈഡ് ബാർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മാർക്കറ്റിന് ഓപ്പണിംഗിൽ ഇൻസൈഡ് ബാർ ഫോർമേഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഞാൻ ഈ പറയുന്ന എൻട്രി ലെവലുകൾ നിങ്ങൾ, അതായത് 2 എൻട്രി പോയിന്റ്സ് നമുക്കുള്ളൂ. ഒന്ന് ഇൻസൈഡ് ബാറിന്റെ ലോയിലും അല്ലെങ്കിൽ അത് ബ്രേക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് ആണ്, അതായത് നമ്മുടെ സ്പോട്ടിലല്ല, നമ്മുടെ പ്രൈസ് ലോയിൽ നിൽക്കുമ്പോഴും അല്ലെങ്കിൽ അതിന് ഓപ്പൺ ക്യാൻഡലിന്റെ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റിലോ, ഈ രണ്ടിടത്ത് നമുക്ക് എൻട്രി ഏതെങ്കിലും ഒരിടത്ത് നമുക്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എൻട്രി. അതല്ലാത്ത ഒരിടത്ത് നമ്മൾ എൻട്രി ഇല്ല ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയിൽ. അപ്പൊ ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വീണ്ടും മനസ്സിലാക്കുക. അപ്പം ഈ ഒരു സ്ട്രാറ്റജി ഇപ്പം ഞാൻ ആ പ്ലേലിസ്റ്റിലുള്ള എല്ലാ ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ടുകളും പല ദിവസങ്ങളിലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ ഓരോന്നോരോന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. അതുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ആ സ്ട്രാറ്റജി വീഡിയോ പ്ലസ് ഈ പറയുന്നത് എല്ലാ ദിവസങ്ങളിലും ഇൻസൈഡ് ബാർ ബ്രേക്ക്ഔട്ട് സ്ട്രാറ്റജിയുടെ വീഡിയോസ് നിങ്ങൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. അതുകൊണ്ട് ദയവായിട്ട് ഈ ഒരു